രൂപ ഒരു 2 രൂപക്ക് ഒരു ഏറ്റവും ഹൈലൈറ്റ് പ്ലസ്സിൽ വരുന്ന ഫുൾ ഓൺ ഇതും ഫുൾ ഓൺ തന്നെ ചെയ്യാം അല്ലെ. അപ്പൊ ഫുൾ ഓണിൽ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി കിട്ടും. 280 ഒക്കെ ചെറിയ പ്രൈസിനാണ്. 240 ഡീസലാണ്. 2016 മോഡലാണ്. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിലുള്ള ഒത്തിരി നല്ല കാറുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 7 ലക്ഷം രൂപക്കാണ് നമുക്ക് ഫോർച്യൂണർ കാര്യങ്ങൾ, 4 ലക്ഷം രൂപക്ക് നമുക്ക് ഇന്നോവ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം ഫുൾ ഓണിലൊക്കെ ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒത്തിരി വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മാജി മോട്ടോഴ്സ് തന്നെയാണ്. ലൊക്കേഷൻ ഇവിടുന്ന് മലപ്പുറം ടൗണിൽ നിന്നും വേങ്ങര റൂട്ടിൽ, അതായത് മമ്പുറം റൂട്ടിലൊക്കെ ആയിട്ട് ആണ് നമ്മുടെ കോൽമണ്ണയാണ് ഈ ഒരു മാജി മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതവിടെ മഴക്കാലൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമുക്കൊരു 800. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2014 വണ്ടി. അപ്പൊ 800ന്റെ ലാസ്റ്റ് കാലത്ത് ഇറങ്ങിയ വണ്ടിയാണ്. അതായത് ഈ ഒരു 14 വരെയൊക്കെയാണ് നമുക്ക് 800 വന്നത് അല്ലെ. AC ഉള്ള വണ്ടിയാണ്, MPF എഞ്ചിനാണ്. എത്ര നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത്? ഇത് നമ്മൾ 120. നമുക്ക് പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2014 ലാസ്റ്റ് ജനറേഷൻ ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 90,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ ചോദിക്കണം 120. ഒരു ഉറപ്പിക്കൽ ലോൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റൂല. 14. ഞാൻ അടുത്തൊരു വാഗണർ വരുന്നുണ്ട്. LXE ആണ്, വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011 വണ്ടി. 5 വർഷം പേപ്പർ, പുതിയ പേപ്പറുള്ളതാണ്. മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. ഓക്കെ. ഇതെങ്ങനെ നമ്മള് ചോദിക്കുന്നത്? 180. അപ്പൊ അതാണ് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ വാഗണർ ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ചെറിയ പ്രൈസിന് വണ്ടി ഉണ്ടാവും. അടുത്ത നമുക്ക് ഇതാണ് ന്യൂ ഫേസിൽ വരുന്ന ഒരു ഡീസൽ റിഡ്സ് ആണ്. ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 LXA ആണ്. അല്ല, LDI ആണ്. ഡീസലാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC പോസ്റ്ററിങ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണ്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 132 അപ്പൊ ആ കണ്ടീഷനിലാണ്. ഓക്കെ. എത്ര നമ്മൾ ചോദിക്കുന്നത്? എഞ്ചിന് മെക്കാനിക്കൽ എല്ലാം മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 240. ഡീസലാണ്. 2016 മോഡലാണ്. അത് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 40 രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത് വീണ്ടും തവണ ഫസ്റ്റ് ജനറേഷൻ റിഡ്സ് ആണ്. ഇത് ഡീസലാണത് പെട്രോൾ ആണോ? ഡീസലാണല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2011. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് 1.5 അല്ലേ. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് ഫുൾ പേപ്പറിൽ 180. പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള പ്രൈസ് ആണ്. 180. ഡീസൽ വണ്ടിയാണ്. അത് നമുക്ക് 5 വർഷത്തെ പേപ്പറൊക്കെ എടുത്തിട്ട് ചെറിയൊരു ഓൾട്ടോന്റെ പ്രൈസിന് ഒരു ഡീസൽ റിഡ്സ് നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അടുത്തവണ പോളോ നോക്കി എടുക്കുന്നവർക്ക് അതും റെഡ് ഫിനിഷിംഗിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് GT ആണോ? GT അല്ല, GT സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2011. ഡീസൽ വണ്ടി അല്ലേ വരുന്നത്? ഡീസൽ. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇത് ഏറ്റവും ഫുള്ള് ഹൈലൈൻ ആണല്ലേ. ഹൈലൈൻ ആണ് വരുന്നത്. ഹൈലൈൻ പ്ലസ് ആണ്. സോ നമുക്ക് എല്ലാ ഫിറ്റിംഗ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഡുൾ ടൂണൊക്കെ അടക്കം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡ്. ഡീസലാണത് പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസൽ. എത്ര നമ്മൾ ചോദിക്കുന്നത് വണ്ടി? 2 രൂപ. ഒരു 2 രൂപക്ക് ഒരു ഏറ്റവും ഹൈലൈറ്റ് പ്ലസ്സിൽ വരുന്ന ന്യൂ ഷേപ്പ് ആക്കിയ വണ്ടിയാണ്. അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് വെറും 2 ലക്ഷം രൂപയ്ക്ക് അല്ലെ. മാക്സിമം ലോണും ചെയ്യാം. അടുത്താണ് ചെറിയ ബഡ്ജറ്റിൽ സ്വിഫ്റ്റ് ഒക്കെ നോക്കുന്നവർക്ക് ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ആണ്. ഇത് ഡീസലാണത് പെട്രോൾ ആണോ? ഡീസലാണ്. 2009. പുതിയ പേപ്പറൊക്കെ പേപ്പറുള്ള വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. 18-20 മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം? എങ്ങനെയായിരുന്നു? 170 അല്ലേ. പേപ്പറൊക്കെ ഫിറ്റ് ആണ്. പേപ്പറൊക്കെ ഫിറ്റ്, എല്ലാം മെക്കാനിക്കലും ഫിറ്റ്, പേപ്പറും ഫിറ്റ്. ഓക്കെ. അപ്പൊ ചെറിയൊരു പ്രൈസിന് നമുക്ക് ഡീസൽ വണ്ടി ഉണ്ടാവും. AC പോസ്റ്ററിങ്, ഫോട്ടോ പവർ വിൻഡോ, LCD സ്ക്രീനൊക്കെ വരുന്ന വണ്ടിയാണ്. വെറും 1,70,000 രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം ഉണ്ടാവും. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു വാഹനമാണ് എത്തിയോസ് ലിവ. അതും ഡുൾ ടൂൺ പ്ലാറ്റിനം ടൈപ്പ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2013 റീ രജിസ്ട്രേഷൻ ആണ്. ഡീസല് പ്ലാറ്റിനം ടൈപ്പ് ഒക്കെ ന്യൂ ഷേപ്പ് ഒക്കെ ആക്കിയ വണ്ടി. ഓക്കെ. GD ആണോ വരുന്നത്? GD അല്ലേ. എങ്ങനെയായിരുന്നു നമുക്ക് എത്ര ചോദ്യം? എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 280. ഒക്കെ ചെറിയ പ്രൈസിനാണ്. എത്തിയോസ് ലിവ നമ്പറൊക്കെ ആയിട്ടുള്ള പ്രൈസ് ആണ്. നമുക്ക് പ്ലാറ്റിനം ടൈപ്പ് ഒക്കെ ചെയ്തിട്ട് 280 ഏഷ്യൻ ട്രാക്ക് ഒക്കെ ഉണ്ട്. ഒരു 10-40 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം അല്ലെ. അടുത്ത തവണ നമുക്ക് ലേഡീസിനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ്. അത്യാവശ്യം നല്ല പെർഫോമൻസും നല്ല മൈലേജും കാര്യങ്ങളും നല്ല കംഫർട്ടൊക്കെ ഉള്ള ഒരു വാഹനമാണ്. അതും പെട്രോളിൽ ലോ മെയിൻ്റെനൻസിൽ അത്യാവശ്യം നല്ല
മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടി അപ്പൊ 2018. 2018 വണ്ടി അല്ലേ? ആ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇന്റീരിയർ ഒക്കെ നല്ല കിടില ഇന്റീരിയർ ആണ്. നമ്മൾ വണ്ടി ലോക്കായി. അപ്പോൾ നമ്മൾ മോർണിംഗ് ഒക്കെ ആയതുകൊണ്ട് ഉള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡാണ് വണ്ടി വരുന്നത്. ഏറ്റവും ടോപ്പ് ആണ് നമുക്ക് ആൽഫയാണ്. അതേപോലെ തന്നെ കമ്പനി അലോയ്സ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന 18 ഓട്ടോമാറ്റിക്. കിലോമീറ്റർ പറഞ്ഞത്? കിലോമീറ്റർ 82,000. സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 4,40 കൊടുക്കാം. 4,40. ചെറിയൊരു പ്രൈസിന് ഒരു ഓട്ടോമാറ്റിക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഏകദേശം ഒരു 14 രൂപ ഉണ്ടെങ്കിൽ അല്ല പൈസ ഫുൾ ഓൺ ഉണ്ട്. ഇതും ഫുൾ ഓൺ തന്നെ ചെയ്യാം അല്ലേ? അപ്പൊ ഫുൾ ഓണിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി കിട്ടും. ഇനി അടുത്തതാണ് വാഗ്നർ ആണ്. ഫസ്റ്റ് ജനറേഷൻ ആണ് വരുന്നത്. അത് അടിപൊളി കളറ് കാര്യങ്ങളൊക്കെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2007. പേപ്പർ നിലവിൽ ഒക്കെ ഉള്ളതുണ്ട്. പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഒക്കെ സെറ്റ് ആയ വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇതിന് നമ്മള് 70 രൂപ. 70 രൂപക്ക് കേട്ടോ. അത് നമുക്ക് 27 പേപ്പറുള്ള വണ്ടിയാണ്. വാഗ്നർ ഫസ്റ്റ് വരും 70 രൂപ. അതേപോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോ നോക്കുന്നവർക്ക് ഒരു അടിപൊളി കളറുള്ള ഒരു വണ്ടിയുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2010 വണ്ടി അല്ലേ? 30 വരെ പേപ്പർ കാര്യങ്ങൾ എല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. എത്ര നമ്മള് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്? 110. അത് 30 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം വണ്ടിയാണ്. LXi അല്ലേ വരുന്നത്? LXi. അടുത്ത് വീണ്ടും നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ 2 ആൾട്ടിസ് പരിചയപ്പെടുന്നത്. ഇതിൽ നമുക്ക് നല്ലൊരു വൈറ്റ് ഫിനിഷിംഗ് വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 വണ്ടിയില്ല. 142 ഓട്ടം. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 2.25. ചെറിയ പ്രൈസിനാണ് ഓൾട്ടീസ്. വെറും 2,75,000 രൂപക്ക്. അതും പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടിയില്ല. അടുത്ത് നമുക്ക് മാർഷൽ അല്ലേ? മാർഷൽ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2000 മോഡല്. ഒരു നമുക്ക് ഒരു 7 സീറ്റർ ഒക്കെ ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എത്ര നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത്? ഇതിന് നമ്മള് 140. 1.40 അല്ലേ? വെറും 1,40,000 രൂപക്ക് ഒരു 7 സീറ്റർ ആണ്. പേപ്പർ ഫിറ്റ് ആണ്. പേപ്പർ കാര്യങ്ങളെല്ലാം ഫുള്ള് പേപ്പർ സെറ്റ് ആണ് അല്ല വണ്ടി? നമുക്ക് ഇടയിൽ നമുക്കൊരു വെന്റോ ആണ് അല്ലേ? വെന്റോ. അടുത്തൊരു ഫോക്സ് വാഗന്റെ വെന്റോ ആണ്. ചെറിയ പ്രൈസിന് ഒരു വലിയൊരു വണ്ടി ഉണ്ടാവും. അത്യാവശ്യം നല്ല സേഫ്റ്റി മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011 140 ഓട്ടം. മെക്കാനിക്കലൊക്കെ നല്ല ഫിറ്റ് ആണ്. ഓക്കെ. പേപ്പർ ഓക്കെ. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 160 കേട്ടോ. ഇന്ത്യയിലൊക്കെ നോക്കി നമ്മൾ ഒരു സെഡാൻ, അതും നമുക്ക് നല്ല പ്രീമിയം ലെവലിൽ വന്നിരുന്ന ഒരു വണ്ടിയാണ്. പ്രൈസ് പറഞ്ഞ 160 അല്ലേ? ചെറിയ പ്രൈസിന് ഇത്ര ഇറങ്ങിയ സമയത്ത് 10-15 ലക്ഷം രൂപ വണ്ടിയാണ്. അടുത്ത നമുക്കൊരു 7 സീറ്റർ ആണ്. റെനോ ലോഡ്ജി. നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങൾ? 2016 വണ്ടി അല്ലേ? രജിസ്ട്രേഷൻ ആണ്. 85 അല്ല വണ്ടി? 85. ഒരു 18 ഒക്കെ മൈലേജിന്റെ കിട്ടുന്ന ഒരു 7 സീറ്റർ. മൈലേജ് കിട്ടുന്ന 7 സീറ്റർ ആണ്. എത്ര നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത്? ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 3 രൂപ. 3 രൂപ കേട്ടോ. അപ്പൊ നമ്പറൊക്കെ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് പറഞ്ഞത്. 3 രൂപക്ക് നമുക്ക് ഈ 7 സീറ്റർ ഉണ്ടാവും കേട്ടോ. അടുത്തൊരു സാൻഡ്രോ ആണ്. ഫുൾ ബ്ലാക്ക് വണ്ടി. ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക്. ഏതായിരുന്നു മോഡൽ വരുന്നത്? 2009. പേപ്പറൊക്കെ ഫിറ്റ് അല്ല? എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് 75 രൂപ കൊടുക്കും. വെറും 75 രൂപക്ക് അല്ലേ? അടുത്ത് വീണ്ടും ഒരു 800 ആണ്. ഇത് ഏതായിരുന്നു മോഡൽ വരുന്നത്? 2006 അല്ലേ? എത്ര നമ്മള് പേപ്പറൊക്കെ ഫിറ്റ് അല്ല? പേപ്പർ എല്ലാം ഫിറ്റ്. എത്ര രൂപ ചെയ്യാൻ പറ്റുന്നത്? 50 രൂപ. വെറും 50 രൂപ. ഇനി മൈക്രോ വരുന്നുണ്ട്. 2018 ഡീസൽ അല്ല, പെട്രോൾ ആണ്. സോ നമുക്ക് ചെറിയ ഓട്ടങ്ങളൊക്കെ ഉള്ള ഫാമിലിക്കൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതേപോലെ ലേഡീസിനൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണ്. സൂപ്പറാണ്. എത്ര നമുക്ക് വണ്ടി പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 2.80 കൊടുക്കാം. 2.80 നമുക്ക് കൊടുക്കാം. 18 മോഡൽ വണ്ടിയാണ് കേട്ടോ. ഫുൾ ഓൺ. ഇതും ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്ത 2 ഓൾട്ടർനറുകൾ ഉണ്ട്. ഒരു ഗ്രേ ഉണ്ട്, വൈറ്റും ഉണ്ട്. ഫസ്റ്റ് തന്നെ വൈറ്റ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 വണ്ടി അല്ലേ? LXi അല്ലേ വണ്ടി? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ ഇത് 1.5 അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 1.70 കൊടുക്കാം. 1.70 മാക്സിമം ഫുൾ ഓൺ. അടുത്ത വീണ്ടും നമുക്ക് അതിന്റെ ഒരു ഗ്രേ ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1.20 അല്ലേ? ഇന്ത്യയിലൊക്കെ നോക്കി നല്ല അടിപൊളിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്നത് 160. അത് മാക്സിമം ഫുൾ ഓൺ കിട്ടും. ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. ചെറിയ പ്രൈസിനാണ് ഓൾട്ടർനറുകളൊക്കെ നമുക്ക് ഇവിടെ തരുന്നത് കേട്ടോ. എല്ലാ വണ്ടികളും മാക്സിമം പ്രൈസ് കുറച്ചിട്ടാണ് അല്ലെ? അടുത്തൊരു ഡീസൽ ഡിസയർ വരുന്നുണ്ട്. അത് 2012 വണ്ടി അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.32. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല വണ്ടി? എല്ലാം ഫിറ്റ് ആണ്. പേപ്പർ ഫിറ്റ് ആണ്. മെക്കാനിക്കല്
എല്ലാം ഫിറ്റ് പുത്തൻ ടയറുകളാണ്. ഒക്കെ ഓക്കെയാണ്. ടൈൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 290. 290 ചെറിയ പ്രൈസിൽ ചെറിയ ഉണ്ടാവും, price. മാക്സിമം ലോണും ചെയ്യാം. അടുത്ത് വീണ്ടും ഒരു 800 ഇത് എങ്ങനെയായിരുന്നു മോഡല് ഇത് കാര്യങ്ങളൊക്കെ? 2001. ഒന്ന് ആ. പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു? പേപ്പർ പുതുക്കി കൊടുക്കും. ഓക്കെ, പുതിയ പേപ്പർ പുതിയ പേപ്പർ എടുത്തു കൊടുക്കും. എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നുണ്ട്? 35 റുപ്യ. 35 റുപ്യക്ക് പുതിയ പേപ്പറൊക്കെ എടുത്തിട്ട്, അപ്പൊ നമുക്ക് പഠിക്കണവർക്കോ ഇതായിട്ട് ചെറിയൊരു വാഹനമൊക്കെ വേണമെന്നുള്ളവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റൂല. അടുത്ത് നമുക്കൊരു സെന്നസ്റ്റിലോ ആണ്, ഒരു കുട്ടിന്നാവ എന്ന് പറയാല്ലേ. യാത്ര കംഫർട്ടും ഉണ്ട്, കെ സീരീസ് എഞ്ചിനാണ്, അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം. ഇതേതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 VX. അതിന്റെ അന്നത്തെ ഏറ്റവും ടോപ്പ് വണ്ടി. ടോപ്പ് വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് 1.25. 1.25 ചെറിയ പ്രൈസിന്. ചെറിയ പ്രൈസിന്. അടുത്തൊരു KUV 100 ആണ്. ഇത് ഡീസൽ 2015. 14 മൈലേജ് കിട്ടുന്ന ഒരു മിനി SUV ടൈപ്പ് വാഹനമാണ്. ഡീസലാണ്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 90,000. 90,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ 6 പേർക്ക് തന്നെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലേ? എത്ര പേ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് 2.5 ചെയ്യാം. 2.5 രൂപക്ക് ചെറിയൊരു പ്രൈസിന് നമുക്കൊരു SUV ടൈപ്പ് വാഹനം വേണമെന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് മാക്സിമം ഫുൾ ഓണും ചെയ്യാം അല്ലേ? അടുത്ത് വീണ്ടും നമുക്കൊരു വെന്റോ ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2013. ഫുൾ ഓപ്ഷൻ ആണ്. ഹൈലൈൻ ആണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഡീസൽ വണ്ടി അല്ലേ? ഇറ്റ് വണ്ടി. ഇതിലൊക്കെ നല്ല കിടിലനാണ്. അത്യാവശ്യം ടൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് 2.5 കൊടുക്കാം. ഇതും 2.5. ഒക്കെ ചെറിയ പ്രൈസിനാണ്, വലിയ വാഹനങ്ങൾ കേട്ടോ. വീണ്ടും നമുക്കൊരു അടിപൊളി കളറിൽ ഒരു 800 ഉണ്ട്. അതും കേരള രജിസ്ട്രേഷൻ ആണ്. അഡീഷണൽ ആയിട്ട് കുറച്ച് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തൊരു വണ്ടിയാണ് അല്ലേ? ഇന്ത്യയിലൊക്കെ നല്ല കിടിലനാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ, മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നുള്ള ഒരു വാഹനമാണ്. ഇത് 2013 വണ്ടി അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് 68,000. 68,000 കിലോമീറ്റർ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് 1.65. 1.60. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാക്സിമം ഫുൾ ഓണും ചെയ്യാം. അടുത്ത് വീണ്ടും നമുക്കൊരു എത്തിയോസ്ലിവ ആണ്. ഇത് വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 ഡീസൽ. ന്യൂ ഷേപ്പ് ആക്കിയത്, കൺവേർട്ട് ചെയ്താണ്. പ്ലാറ്റിനം ടൈപ്പ് വെക്കില്ല. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടലനാണ്. കേരള വണ്ടിയാണ് അത്? അല്ല, നമ്പർ ആയതാണ്. നമ്പറായ വണ്ടിയാണ് അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ 2.75. 2.75 ഒക്കെ ചെറിയ പ്രൈസിനൊക്കെ നല്ല എത്തിയോസ്ലിവൊക്കെ നോക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ്. മാക്സിമം ഒരു 19 രൂപ വണ്ടി ഇറങ്ങും. അടുത്ത് വീണ്ടും നമുക്കൊരു KUV 100 ആണ്. 2017 പെട്രോൾ ആണ്. അപ്പൊ ഇത് ഡീസൽ വേണ്ടവർക്ക് ഡീസലും ഉണ്ട്, പെട്രോളും ഉണ്ട് അല്ലേ? അത്യാവശ്യം നല്ല യാത്ര കംഫർട്ട് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ 72,000. 72,000 കിലോമീറ്റർ അല്ലേ? എത്ര നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത്? ഈ വണ്ടിക്ക് 2.10. 2.10. മാക്സിമം നമുക്ക് ഫുൾ ഓൺ തന്നെ കൊടുക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതോണ് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. നമ്മള് മാജി മോട്ടോഴ്സിലാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ. മലപ്പുറത്ത് നിന്നും നമ്മൾ മമ്പുറം, അതായത് വേങ്ങര റൂട്ടിലായിട്ട് കോൽമണ്ണയാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. വീഡിയോയുടെ നമ്പർ കണ്ടിട്ടുണ്ടോ? മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.